വലിയ ക്യൂരിയസ് ഉണ്ടാകുന്ന ഒരു ക്വസ്റ്റ്യനാണ്. ബൈ ഫാമിലി ഓൺട്രപ്രണേഴ്സാണ്, ബിസിനസ്സിൽ ആക്റ്റീവ്ലി ഇൻവോൾവ് ആണ്, നല്ല ലോയറാണ്. എനിക്കറിയാം, പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ചൂസ് ചെയ്തതാണ് അഡ്വക്കേറ്റ് ആവാമെന്നുള്ളത്. ആ വൊക്കാബുലറി, സ്റ്റഡീസ്, അക്കാഡമിക് റെപ്രസെൻറ്റേഷൻസ് എല്ലാം നല്ലൊരു ലോയർ സൃഷ്ടിക്കാൻ എല്ലാ സാധ്യതയുള്ള സാധനമാണ്. പിന്നെയും രാഷ്ട്രീയത്തിൽ ആക്റ്റീവായിട്ട് ഇൻവോൾവ് ആവുന്നു. സത്യത്തിൽ എന്തിനാണ് പൊളിറ്റിക്സിൽ ഇൻവോൾവ് ആയി വന്നത്? അതല്ലെങ്കിൽ എന്തുകൊണ്ട് പൊളിറ്റിക്സ് ചൂസ് ചെയ്തു? ഞാനെൻ്റെ സൗഹൃദ സർക്കിളിൽ നിന്നും നിരന്തരമായി നമ്മൾ കേൾക്കുന്ന ഒരു ചോദ്യമാണത്. നമുക്ക് മൾട്ടി ഓപ്ഷൻസ് ഉണ്ടായിരിക്കെ പക്ഷേ കുടുംബത്തിൻ്റെ ബിസിനസ് വഴി തിരഞ്ഞെടുക്കാൻ, നമ്മളെ കരിയർ തിരഞ്ഞെടുക്കാനൊക്കെ ഉണ്ടായിരിക്കെ വൈ പൊളിറ്റിക്സ്, എന്തുകൊണ്ട് രാഷ്ട്രീയം എന്നത്. സത്യത്തിൽ നമ്മളവിടെ എത്തിപ്പെടുമായിരുന്നു. നമ്മളെ ചെറിയ പ്രായത്തിലുള്ള ചെറിയ വായന, ആ വായനയിലൂടെ നമുക്ക് കിട്ടുന്ന പ്രാഥമികമായിട്ടുള്ള ഒരു റെഫറൻസസ്, ഒരു ലോകബോധം, നമ്മളുടെ സിലബസിനപ്പുറത്തുള്ള ചില അറിവുകൾ, ഇതൊക്കെ നമ്മുടെ മനസ്സിലുണ്ട്. പിന്നെ നമ്മൾ മുന്നോട്ട് പോകുന്ന സമയത്ത് നമ്മുടെ മനസ്സിലൊരു ചോദ്യം കയറി വരും. ശരിക്കും പർപ്പസ് ഓഫ് ലൈഫ്, കരിയറല്ല, ജീവിതത്തിൻ്റെ പർപ്പസ് എന്താണ്, അൾട്ടിമേറ്റ് പർപ്പസ് എന്താണ് എന്നുള്ളത്. ഇപ്പോൾ ചെറുപ്പത്തിൽ നമ്മൾ പഠിക്കുന്നൊക്കെ സമയത്ത് ഡോക്ടറാവുക, എൻജിനീയറാവുക, അധ്യാപകനാവുക, അഭിഭാഷകനാവുക എന്നുള്ളതാണ്. വളരെ ശക്തമായിട്ട് ആ ഒരു ഫ്രെയിം നമ്മളെ മുന്നിൽ വരും. നമ്മളെ മെയിൻ സ്ട്രീം എഡ്യൂക്കേഷനിൽ ഈ ഗോൾ സെറ്റിംഗ് എന്നൊക്കെ പറഞ്ഞ് സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണത്. നമ്മുടെ ഗോൾ സെറ്റ് ചെയ്ത് പഠിക്കുക എന്നുള്ളത് അതെപ്പോഴും തൊഴിലായിട്ട് കണക്ട് ചെയ്തിട്ടായിരിക്കും. തീർച്ചയായിട്ടും. അപ്പം നമ്മുടെ സ്കില്ലിനൊക്കെ അതിലേക്ക് ചേർത്ത് വെക്കും. അപ്പം ഞാൻ അങ്ങനെ ഗ്ലോറിഫൈ ചെയ്യപ്പെടുന്ന കരിയറുകൾ ഉണ്ട് നമ്മുടെ ചുറ്റുപത്ത്. ഡോക്ടറാവുക, എൻജിനീയർ ആവുക, അഭിഭാഷകനാവുക, അധ്യാപകനാവുക. നമ്മുടെ പരിസരത്ത് ഇങ്ങനെ ആയവരെ നമ്മൾ കാണുന്നുണ്ട്. ഡോക്ടറായവരെ കാണുന്നവരുണ്ട്, എൻജിനീയർ ആവുന്നു. ഇവരുടെയൊക്കെ ജീവിതത്തിൽ ഇവരെല്ലാം നേടിയോ? അപ്പോൾ അതിനൊക്കെ അപ്പുറത്തെന്തോ ഉണ്ട് എന്ന് നമ്മുടെ മനസ്സിലൊരു ചിന്ത സ്വാഭാവികമായിട്ട് നമ്മളെ നിഷ്കളങ്ക പ്രായത്തിൽ വരുന്നുണ്ട്. അതോടൊപ്പം മനുഷ്യൻ എന്തിനാണ് ഓടുന്നത്, ഈ ഓടിക്കൊണ്ടിരിക്കുന്നത് എന്തിനാണ്? ഈ ഡിവൈസ് മാനിയ, വസ്തുരതി എന്ന് നമ്മൾ പറയും. മനുഷ്യന് നല്ല വാഹനത്തിന് വേണ്ടി, നല്ല വീടിന് വേണ്ടി, നല്ല കാറിന് വേണ്ടി, നല്ല ഫോണിന് വേണ്ടി, ഇപ്പം ശമ്പളം കൂട്ടിക്കിട്ടാൻ, വരുമാനം വർദ്ധിക്കാനൊക്കെ മനുഷ്യൻ ആഗ്രഹിക്കുന്നത് എന്തിനാണ്? അവൻ്റെ നിലവിലുള്ള ഫോൺ അപ്ഡേറ്റ് ചെയ്യാൻ, ഉള്ള വീട് മോടി കൂട്ടാൻ, കാറ് അപ്ഡേറ്റ് ചെയ്യാൻ. അങ്ങനെ ഒരാൾ അച്ചീവ് എന്ന് വിചാരിക്കുക. അതും അപ്ഡേറ്റ് ചെയ്തവരുണ്ടല്ലോ, ഏറ്റവും വില കൂടിയ വാഹനം, ഏറ്റവും ലക്ഷറി വീട്ടിൽ താമസിക്കുന്നത്. എൻഡ് ഓഫ് ദ ഡേ അവർക്കൊക്കെ എന്താണ്, സന്തോഷമുണ്ടോ എന്നത് നമ്മുടെ സമാന്തരമായി നമ്മുടെ വായനയും നമ്മുടെ മനസ്സിൽ നമ്മുടെ കൂടെ സഞ്ചരിക്കുന്നുണ്ട്. അപ്പോഴാണ് ഞാൻ തിരിച്ചറിയുന്നത്, നമുക്കൊക്കെ മനസ്സിലാവുന്നത്, ഇതിനൊക്കെ അപ്പുറത്ത് ജീവിതത്തിനൊരു പർപ്പസ് ഉണ്ട്. സീരിയസ് ആയി നമ്മളൊരു കോസിൻ്റെ കൂടെ നിൽക്കുക എന്നത് സത്യത്തിൽ നമ്മളവിടെ എത്തിപ്പെട്ടതാണ്. പൊളിറ്റിക്സിൽ നമ്മൾ ബോധപൂർവ്വം നമ്മൾ ചൂസ് ചെയ്തതല്ല. ഈ ഒരു ചിന്തയുടെ ഒക്കെ പരിസരത്തൂടെ നമ്മൾ എത്തിപ്പെടുന്ന സമയത്ത് ഇത് നമ്മളെ ആവേശഭരിതമാക്കുന്നുണ്ട്. ശരിക്കും ഇപ്പോൾ വാട്ട് ആർ യു ഡൂയിങ് ഫോർ അതേഴ്സ്? നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? വാട്ട് ഐ ഗെറ്റ് എന്ന് ചിന്തിക്കാം. എ ലൈഫ് വി ക്യാൻ മേക്ക് വാട്ട് ഐ ഗെറ്റ്, ആൻഡ് ലൈഫ് വി ക്യാൻ മേക്ക് വാട്ട് ഐ ഗിവ്. എനിക്കെന്ത് കിട്ടും, എനിക്കെന്ത് ചെയ്യാം, എനിക്കെന്ത് കൊടുക്കാം. അവിടെ നമ്മൾ എത്തിപ്പെടുന്ന സമയത്ത് പിന്നെ നമ്മളെ ഫോക്കസ് അതിലേക്ക് പോകുന്നുണ്ട്. ഒരു ലൈഫിൽ സീരിയസ് ആയിട്ട് ഒരു കോസിൻ്റെ കൂടെ നിൽക്കാം എന്നത് അത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ? എക്സാക്ട്ലി, തീർച്ചയായിട്ടും. ഇപ്പോൾ പൊളിറ്റിക്സ് എന്ന് പറയുമ്പോൾ, രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ കക്ഷി രാഷ്ട്രീയമല്ല. നമ്മൾ സമൂഹത്തിൻ്റെ അപ്സ് ആൻഡ് ഡൗൺസിൻ്റെ കൂടെ നമ്മൾ സഞ്ചരിക്കുക എന്നുള്ളതാണ്. സോഷ്യൽ റിഫ്ലക്ഷൻസിൻ്റെ ഭാഗമാകുക എന്നുള്ളതാണ്. ഒരു കോസിൻ്റെ കൂടെ നിൽക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ നമ്മൾ മുന്നോട്ട് പോകുന്ന സമയത്ത് ഇതിൽ ഇൻവോൾവ് ചെയ്യുമ്പോൾ ഈ ലോക സാമൂഹിക, ദേശീയ, പ്രാദേശിക പ്രശ്നങ്ങളൊക്കെ നമ്മളെ ഉലച്ചുകൊണ്ടേയിരിക്കും. അന്താരാഷ്ട്ര തലത്തിൽ നടക്കുന്ന ഒരു പ്രശ്നം നമ്മുടെ മനസ്സിനെ ബാധിക്കും. ദേശീയ തലത്തിലുള്ള ഒരു ഇഷ്യൂ, ഒരു പൊളിറ്റിക്കൽ ഇഷ്യൂ നമ്മളെ ശരിക്കും പിടിച്ചുലക്കും. സീരിയസ് ആയിട്ട് ഒരു കച്ചവടക്കാരൻ കച്ചവടത്തിൽ ഇൻവോൾവ് ചെയ്യുന്ന ഒരാൾക്ക് കച്ചവടത്തിൽ അപ്സ് ആൻഡ് ഡൗൺസ് അദ്ദേഹത്തെ ഉലക്കുന്ന പോലെ നമ്മളെ ഈ പൊളിറ്റിക്കൽ
ഈ ഇഷ്യൂസൊക്കെ നമ്മളെ ഉലച്ചുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ അതിനകത്ത് ഇൻവോൾവഡായി